ഗൈസ്, നമ്മളെ പഞ്ചായത്തില് ഓണം സെലിബ്രേഷൻ ആണ്. ഇത് നമ്മളെ സോജേട്ടൻ ഓണായിട്ട് എന്താ സ്പെഷ്യല്? ഓണായിട്ട് സ്പെഷ്യൽ ഒന്നുമില്ല, പുട്ടും കടലയാക്കുകയാണ്. പിന്നെ ഭക്ഷണമുണ്ട്. എല്ലാവരും വരിക, ഓണാഘോഷമാണ്. പഞ്ചായത്ത് ലക്കടിപ്പേരൂർ പഞ്ചായത്തിന്റെ എല്ലാ അംഗങ്ങളെയും കുടുംബശ്രീ, തൊഴിലുറപ്പ്, പഞ്ചായത്തിലെ അംഗങ്ങൾ, പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും കൂടി പങ്കെടുത്ത ഓണാഘോഷമാണ്. എല്ലാവരും ഇതിൽ ഞങ്ങളെ എല്ലാവിധ ആശംസകളും അർപ്പിക്കണം. ഞങ്ങളെ വീണ്ടും പ്രോത്സാഹനത്തോടെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന നമ്മുടെ മെമ്പർമാരൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും സഹകരണത്തോടെ ഇന്നത്തെ ഓണാഘോഷം വൻ വിജയമാക്കുവാൻ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നമുക്ക് കർഷക ചന്ത ഉണ്ട് കേട്ടോ, ഓണം പ്രമാണിച്ച്. ഇത് ഞങ്ങളുടെ ഡ്രസ് കോഡാണ്. ഇത് എല്ലാവരും ഇട്ടിരിക്കുന്നുണ്ടല്ലേ ഗൈസ്? നമ്മുടെ ഡ്രസ് കോഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. ഓണായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാണ്ടോ? എല്ലാവർക്കും ഓണാശംസകൾ. ഓ ആയിക്കോട്ടെ. വേറെ എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കെ. വേറെ എന്തെങ്കിലും? ഹാപ്പി ഓണം. ഐശ്വര്യത്തിന്റെ ഒരു ഓണാശംസകൾ. അതെ, ഈ കളർ ഡ്രസ് ഇട്ടിട്ടുള്ളവരെല്ലാവരും ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരാണെന്ന് അറിയിച്ചുകൊള്ളുന്നു. ഓണം എന്ന് പറഞ്ഞാൽ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ആഘോഷമാണ്. ഇത് ഗംഭീര പൂക്കളുണ്ട് കേട്ടാ. ആൻഡ് ഇത് നമ്മളെ ചേച്ചിമാരുണ്ട്. ഹാപ്പി ഓണം പറ ചേച്ചി. ഹാപ്പി ഓണം. ഞങ്ങള് സുന്ദരീസാണ് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാട്ടോ. പാട്ടുപാടി യുറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ട് നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. ബാക്കി തൊട്ടടുത്തേക്ക് നാള് പാടും. അംബിക ഞാൻ പൂക്കളിടുന്ന പോലെ വീഡിയോ എടുത്തു തരാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. പണ്ടത്തെ ജിംനാസ്റ്റി എന്തറിയുന്നത് എല്ലാം പോസ്റ്റ് ഇട്ടിട്ട് നിർത്തായിട്ട് കാണുള്ളൂ. നിന്നെ കാണണമെങ്കിൽ എവിടെ സുശീല ചേച്ചി? കാണാനില്ല. ഞാൻ ഇതന്നെ ഉള്ളൂ. ഇതാ നമ്മുടെ അവിടുത്തെ കുട്ടികളുണ്ട് ഇവിടെ, പാട്ടും ഡാൻസും കളിച്ച് അടിച്ചു പൊളിക്കും. ഓഫീസിലും സ്കൂളും കോളേജിലൊക്കെ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ. ഇറ്റ് വാസ് ലൈക്ക് എ ഫാമിലി. മാനത്തൊരു പൊൻതാരകം മഞ്ചാടി മണിച്ചപ്പ തുറന്നില്ലേ, നിന്മായ കണ്ണിൽ മായിട്ട് മായക്കിയല്ലേ, കയ്യിൽ തരിവള കുപ്പിവള കിലുകിലു ചിരിക്കുമ്പോ കൽവിൽ കുളിരല്ലേ, നിനക്കിനി അതിശയരാവല്ലേ, പുത്തൻ നിസലുകൾ പാടണ്ടേ. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാടപ്പൂനിലാവേവാ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി, പേരെഴും പൂറി പൂമകൾ ഫാത്തിമ, പോരിശയേറിടും ത്വാഹതൻ കൺമണി പൂരിതനൂറ്
പൂമകൾ ഫാത്തിമ. അങ്ങനെ എല്ലാവരും അവനവന്റെ കഴിവിനനുസരിച്ച് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പാട്ടും ഡാൻസും മിമിക്രിയും അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ശ്യാമളെ എന്തായിരുന്നു നിന്റെ പെർഫോമൻസ്? കോഴി പിടക്കാനോടുന്നു മുത്തയിലേക്കും ഇല്ലാത്തപ്പോഴും ഈ അവിടെ തിന്നിലാണെങ്കിൽ ഈ പക്ഷത്തെ സെർവിലിരുന്നേ. കൊണക്കെട്ട കോഴി കോളക്കോഴി ചെരുവിലെ വയറ്റാട്ടി. പിന്നെ നമ്മൾ എല്ലാവരും പാടെ ഇരുന്നിട്ടും നിന്നിട്ടൊക്കെ ഒരു ഹാപ്പി ഓണം പറയാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. നമ്മൾ മെമ്പർമാരൊക്കെ പാടെ ആക്ച്വലി നമ്മുടെ വൈസ് പ്രസിഡന്റ് മാത്രമാണ് നമ്മൾ ഈ വൈറ്റ് ആൻഡ് വൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഡ്രസ് കോഡായിരുന്നു. നീലാമഴയിൽ നാണമായി നനഞ്ഞവളേ. പിന്നെ എല്ലാവരും എൻ്റെ ഫോണൊന്ന് ഫ്രീ ആവാൻ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. നമുക്കൊക്കെ നല്ല നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് അങ്ങനെ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോസും എടുത്ത ഫോട്ടോസ് കുറച്ച് ആൾക്കാരെയൊക്കെ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഈ പൂവും പൂക്കളവും എല്ലാവരും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ആയിട്ടാണ് കേട്ടോ, അതായത് ഫുഡടി. സദ്യ എൻ്റെ മക്കളെ, ഞാൻ കറി കഴിച്ചിട്ട് തന്നെ എൻ്റെ വയറ് നിറഞ്ഞിരുന്നു കേട്ടോ. അത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു, ഞാൻ എണ്ണിയില്ലടാ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു എത്ര ഐറ്റം സദ്യ, എത്ര ഐറ്റം കറിയുള്ള സദ്യയാണെന്ന്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ സെക്രട്ടറി ഇന്ന് പോവുമായിരുന്നു, അതായത് ആള് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വേറെ പഞ്ചായത്തിലോട്ട് ട്രാൻസ്ഫർ ആയിട്ട് പോവാണ്. ഈ ഡ്രസ്സ് ഞങ്ങൾക്ക് ശരിക്കും നന്നായിട്ട് എല്ലാവർക്കും ഈ കളർ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പോലെ തോന്നിയിട്ട് എല്ലാവർക്കും ഒരുപോലെ ചേരുന്ന ഒരു കളറ്. ഞങ്ങൾ മെമ്പർമാരെല്ലാവരും പ്ലാൻ ചെയ്തെടുത്തായിരുന്നു. അംബികയും തുഷാരിയും പിന്നെ രമ്യൊക്കെ പാടെ പോയിട്ട് ഇതാണ്ട് രമ്യ, ഇവരെല്ലാവരും പാടെ പോയിട്ട് കുത്താമ്പുള്ളി പോയിട്ട് എടുത്തിട്ട് വന്ന സാരി ആയിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് തോന്നി. എനിക്ക് സാരി സാധാരണ ഒട്ടും പറ്റില്ല, എടുത്താലും ഞാൻ താളമുടക്ക് കുത്തുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരും. ഇതെനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മളെ സെക്രട്ടറിയെ പറഞ്ഞയക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വരയ്ക്കുള്ള ഒരു സമയമാണിത്. എന്താ പറ്റിയത്? പോകുന്നതിൽ സെക്രട്ടറിക്കും പറഞ്ഞയക്കുന്നതിൽ നമുക്കും ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. പക്ഷേ ആള് നല്ല രീതിയിൽ ആളുടെ സർവീസ് ഇനിയും തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടി.